എനിക്ക് ഈ വകയൊക്കെ ഇഷ്ടാ. ഈ മുട്ട, ഇറച്ചി, മത്സ്യം എല്ലാം ഇഷ്ടാ. പക്ഷെ എന്താ, കൊളസ്ട്രോൾ ആണെന്നും പറഞ്ഞ് ഒരു വക എന്റെ ശ്രീമതി എന്നെ തിന്നാൻ സമ്മതിക്കില്ല. ഓ, ഞാൻ പറയുന്നതാണോ? ഇന്നാള് നോക്കുമ്പോഴും ഉണ്ടൊരു 500 കൊളസ്ട്രോള്. 500? എന്റെ പാർവതി, നീ ആരുടെ മുന്നിലായിരിക്കുന്നെന്ന് ഓർമ്മ വേണം. അറിവും പഠിപ്പുള്ളൊരു ഡോക്ടറാണിത്. അതിന് ഞാൻ നിങ്ങൾ മുട്ട തിന്നരുതെന്നല്ലേ പറഞ്ഞുള്ളൂ. മുളത് കഴിക്ക്. ദാ ഒരു ഇഡ്ഡലി ഇവിടെ. അച്ഛനാരെ അവിടെ കഴിക്കാട്ടെ. മതി മതി മതി, അധികം കഴിക്കണ്ട. ആ, എന്നാ പിന്നെ ഒന്നുകൂടെ വെച്ചോ. എന്തായാലും കണ്ടു, ഇങ്ങനെയൊക്കെ പരിചയപ്പെട്ടു. എനിക്കൊരു കാര്യം സാറിനോട് പറയണമെന്നുണ്ട്. പറഞ്ഞോളൂ, കേക്കട്ടെ. അങ്ങയുടെ മകൾ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അതിന് കാരണം സത്യത്തിൽ ഞാനല്ല, എന്റെ മകനാ. അതെയോ? അവന്റെ സ്നേഹം ഇന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്യൂറിംഗ് ഫാക്ടറാണ്. അതെ. എനിക്കൊരാഗ്രഹമുണ്ട്, അവരൊന്നിച്ച് താമസിക്കുന്നത് കാണണമെന്ന്. പാർവതി, ഞാൻ ഇന്നലെ നിന്നോട് എന്താ പറഞ്ഞത്? ഓ, ചുമ്മാ. എന്താ പറഞ്ഞത്? ഞാൻ ഇന്നലെ രാത്രി ഇവരോട് പറയുണ്ടായി, നമ്മുടെ മോളുടെ കസ്റ്റോഡിയൻ അമ്മയല്ല മോനാന്ന്. പറഞ്ഞോ? ആ, അതെ അതെ. എനിക്ക് സമ്മത, പൂർണ്ണ സമ്മത. ശോശാമ്മയ്ക്കോ? വേണ്ട, എഴുന്നേക്കണ്ട. അത് മുഴുവൻ കഴിച്ചിട്ട് എണീറ്റാ മതി. ആ, കഴിക്ക്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഞാൻ രണ്ടിനെയും പോലീസിൽ ഏൽപ്പിക്കും. വേണ്ട, സത്യം തന്നെ പറയാം. ചോദിച്ചോളൂ. നിങ്ങൾ ഈ ശോശാമ്മയുടെ ഭർത്താവാണോ? അല്ല. പിന്നെ? ഞങ്ങള് രണ്ടും നടന്മാരാണ്, പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ. പോട്ടിട്ടെ ചൊറിഞ്ഞിട്ട് പാടില്ല. ഇവിടെ എനിക്ക് ചൊറിഞ്ഞിട്ട് വിടും. മാല ഒരു മാല. ആ, മാല എന്നാ പിടിച്ചേ. അതൊക്കെ എണ്ണി വെച്ചൂടെ? വിളിക്കിനി മേലാക്കാം. ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ നരകം തന്നെ. ഞാൻ കൊടുക്കത് കാശെടുത്തേ. 250 രൂപ അഡ്വാൻസ് മേടിച്ചോളൂ. ടെണ്ടിനും. ആ, നീ വാ, ടൗണിലേക്ക് വാ. കാശ് കൊടുക്കണ്ടോ? പിടിച്ചു വലിക്കരുത്. നാടക്കാരെ സുഖം കഴിക്കരുത്. എല്ലാ ചലാശാലും ഇവിടെ അമ്മ നിർബന്ധം പിടിച്ചിട്ടല്ലേ? എന്ത്? മായയുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്ന് സമ്മതം തന്നെങ്കിലേ. കൊരങ്ങൻ. വേണ്ട, നിന്നെ പിടിച്ചു നിർത്താമെന്ന് വിചാരിച്ച് കുറച്ചു കാലം കാക്കാൻ പറഞ്ഞ് ഞാൻ നിന്നെക്കാൾ കൊരങ്ങച്ചി. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി.
ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നില്ലേ? കുറച്ചല്ല, 2 hours. ഇപ്പൊ എല്ലാ ഫ്ലൈറ്റും ഇങ്ങനെയാ, അവർക്ക് തോന്നുമ്പോഴാ. ആ റൂമാ നരേന്ദ്രന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്നത്. ഞാൻ ചായ ഇട്ടോണ്ട് വരാം. ആദ്യം ഒന്ന് കുളിക്കേ. നിന്നെ കണ്ടിട്ട് വല്ലാതെ ടയേർഡ് ആയതുപോലെ. കുളിക്കുമ്പോൾ ഫ്രഷ് ആവും. ചെല്ലേ. ശരി. ഞങ്ങൾ ഈ പട്ടേൽ എന്ന് പറയുന്ന കക്ഷിയെ തിരക്കിയിട്ട് ആർക്കും അങ്ങനെ പറ്റി വലിയ പിടിയില്ല. അല്ലെങ്കിൽ ബാന്ദ്രയിൽ പോയി ഒരു പട്ടേലിനെ തപ്പിയാൽ എവിടെ കിട്ടാനാ? ആ ഏരിയ പൂരാ പട്ടേലുമാരാ. അതൊരു പടുവയസ്സനും പടുവയസ്സയുമാണ്. മിസ്റ്റർ പട്ടേലും മിസ്സിസ് പട്ടേലും ഗൗരിയുടെ ആകെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാ. അവൾ പറഞ്ഞു കാണുമല്ലോ, ഒരു പെക്യൂലിയർ കപ്പിൾ. അവരുടെ ഒരേ ഒരു കമ്പനി ഗൗരി ആയിരുന്നാ തോന്നുന്നു. അവര് ടൂറ് പോയില്ലായിരുന്നേൽ ഗൗരിയും ചിലപ്പോ പോയില്ലായിരുന്നു. എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കോഇൻസിഡൻസ്. അത്രേ ഉള്ളൂ. അതായത് ഞാൻ സ്റ്റേറ്റ്സിലേക്ക് മടങ്ങിപ്പോകുന്നതിന് കഷ്ടിച്ച് 3-4 ദിവസം മുമ്പാ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിരുന്നു. അതെ, 1 മാസവും 2 ദിവസവും. ഗൗരിക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ വീണ്ടും 1 മാസം പിടിക്കും. അതുവരെ അവളോട് ഒറ്റയ്ക്ക് നിന്നേ പറ്റൂ. അതൊഴിവാക്കാനാ സത്യത്തിൽ ആ ഗ്രൂപ്പിന്റെ ഒപ്പം അവൾ പോയത്. ഞങ്ങൾ തിരുപ്പതി, തിരുച്ചെന്തൂർ, മധുര, ചിദംബരം, കന്യാകുമാരി, ഗുരുവായൂര് അങ്ങനെ കറങ്ങി ജോളിയായിട്ട് ചെത്തി നടക്കും. നോക്കൂ. കൂടെ കൊണ്ടുപോകാത്തതിന് എന്നോടുള്ള വാശി തീർക്കാണ്. അതിനാണോ പോകുന്നത്? അല്ല, സ്കൂളിലെ പണിയും വിട്ടു. നരേന്ദ്രേട്ടനും കൂടെ അങ്ങ് പോയാ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ്? പിന്നെ എനിക്ക് എല്ലാ ദൈവങ്ങളെയും കണ്ട് തൊഴുത് നന്ദി പറയണ്ടേ എനിക്കിങ്ങനെ ഒരാളെ കൊണ്ടു തന്നേന്. നരേന്ദ്രേട്ട ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. 1 മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹവും വാങ്ങിച്ച് ബാഗും പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. എന്നെ യാത്രയാക്കാൻ എയർപോർട്ടിൽ വരുമ്പോൾ അവൾ ഭയങ്കര ചിയർഫുൾ ആയിരുന്നു. ആ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയേക്കാളൊക്കെ ഒരുപാട് ധൈര്യം അവൾക്കുണ്ടായിരുന്നു. എന്തിനുമുള്ള ഒരുതരം ഉത്സാഹവും ചൊടിയും